ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. വൈകിട്ടോടുകൂടി ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കാറ്റിന്റെ വേഗം നിലവിൽ മണിക്കൂറിൽ 7 കിലോമീറ്ററാണ്. കനത്ത മഴയിൽ തഞ്ചാവൂരിൽ വീടിടിഞ്ഞു വീണ് യുവതി മരിച്ചു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഏറ്റവും പുതിയതായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ? തമിഴ്നാട്ടിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ അല്ലെങ്കിൽ കനത്ത മഴയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. തഞ്ചാവൂരിൽ ആലമൻകുറിച്ചി സ്വദേശി രേണുകാദേവി എന്ന 20-കാരിയായിട്ടുള്ള യുവതിയാണ് മരിച്ചിരിക്കുന്നത്. വീടിൻ്റെ ചുമര് ഇടിഞ്ഞ് വീണാണ് ഇവർ അതിന് ഇടയിൽപ്പെട്ട് കനത്ത മഴയിൽ വീടിൻ്റെ ചുമരിടിഞ്ഞ് വീണാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ഏതായാലും തമിഴ്നാട്ടിൽ മഴ പലയിടങ്ങളും, പ്രത്യേകിച്ച് നാഗപട്ടണം, മയിലാടുതുറൈ, തിരുവാരൂർ പോലുള്ള റാണിപ്പേട്ട് പോലുള്ള ജില്ലകളിൽ മഴ ശക്തമായിട്ട് തുടരുന്നുണ്ട്. ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ തന്നെയാണ് ഇത്ര ശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ 2 ദിവസമായി തമിഴ്നാട്ടിൽ തുടരുന്നത്. തിരുവാരൂരിലും റാണിപ്പേട്ടിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് തന്നെയാണ് റെഡ് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈ ഉൾപ്പെടെ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം മഴയേക്കാൾ കൂടുതൽ ശക്തിയായിട്ട് ചെന്നൈ പ്രദേശത്ത് ഉള്ളത് കാറ്റാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. ഇത് പലപ്പോഴും പലയിടത്തും മരങ്ങൾ മറിഞ്ഞു വീഴാനും വൈദ്യുതി ബന്ധം തകരാറിലാവാനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ചെന്നൈ കോർപ്പറേഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടെന്നാണ് തമിഴ്നാട് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഡിറ്റ്വ ചുഴലിക്കാറ്റിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഇന്ന് വൈകിട്ടോടുകൂടി ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. നാളെ രാവിലെയോടെ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായിട്ട് മാറുകയും ചെയ്യും. നിലവിൽ കാറ്റുള്ളത് ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്ററിൽ അധികം ദൂരത്താണ്. അതിൻ്റെ മധ്യഭാഗം കര തൊടില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ചുഴലിക്കാറ്റായിട്ട് കരയിലേക്ക് ആഞ്ഞു വീശാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക വേണ്ട എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത ചെന്നൈ മേഖലയിലുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിലുണ്ട്. കാരയ്ക്കലിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ അപ്പുറത്താണ് നിലവിൽ കാറ്റിൻ്റെ സ്ഥാനമുള്ളത്. മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ ചുഴലിക്കാറ്റിൻ്റെ വേഗം എന്നുള്ളത് മണിക്കൂറിൽ 7 കിലോമീറ്റർ ഇതിൽ മാത്രമാണ്. ഏതായാലും നിലവിൽ വലിയ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തമിഴ്നാട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ചെന്നൈ ഉൾപ്പെടെ വിവിധ ജില്ലകൾ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി, ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിലൊക്കെ ജാഗ്രതയുണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം തന്നെ തുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മഴയേക്കാൾ കൂടുതൽ കാറ്റാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലേതായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരം.